ശരിയാവുന്നില്ലല്ലോ. ഉമേശങ്കളെ ആ പാറുമോളാ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ? ആ കണ്ടില്ലേ? ഇല്ല. എന്ത് പരിപാടി? പഠിക്കുവാണോ? പഠിക്കല്ല, ചിത്രം വരയ്ക്കാം. എന്നിട്ടൊന്നും കാണുന്നില്ല അതിനകത്ത്. തുടങ്ങിയിട്ടേ ഉള്ളു. ആണോ? അമ്മൂമ്മല്ലേ മോളെ? ഉണ്ട്. കൊണ്ടാ വന്നേ അമ്മുമ്മ? അല്ല, ഇത് വേറൊരു കാര്യം പറയാനാ. ഒന്ന് വിളിച്ചേ. അമ്മുമ്മേ, അമ്മുമ്മേ, ഉമേശങ്കള് വന്നിരിക്കുന്നേ. ഇരിക്കങ്ങളെ. പടവലത്ത് എന്തൊക്കെയുണ്ട് വിശേഷം? പടവലത്തൊക്കെ നല്ല വിശേഷം. പിന്നെ അടുക്കള ഭാഗത്ത് കിടക്കുന്ന പൂച്ച പ്രസവിച്ചോ? ആ പ്രസവിച്ചല്ല, ഇത്രയുള്ള 3 കുഞ്ഞുങ്ങൾ. 3 കുഞ്ഞുങ്ങളോ? അയ്യോടാ, വിഷുവിന് വരുമ്പോ കാണാം. എഴുന്നള്ളിയോ? ഇരിക്ക്. വേണ്ട, ഇരിക്കടാ. ഞാൻ ഇന്നലെ വരാനല്ലോ നിന്നോട് പറഞ്ഞേ. അതെ. എന്നിട്ട് എന്താ വരാഞ്ഞ്? ഞാൻ ഇറങ്ങിയതാ. എന്നിട്ട് എന്ത് പറ്റി? ബസ് കിട്ടിയില്ല. വേണ്ട, കള്ളം പറയരുത്. രാത്രി 10 മണി വരെ അവിടെ ബസ്സില്ലോടാ. ബസ് ഉണ്ടോ? എന്നോടാന്ന് ചോദിക്കുന്നത്. ഇന്നലെ രാത്രി 10 മണിക്കായിരിക്കും ഉമേഷ് ഇറങ്ങിയ. അതുകൊണ്ട് ബസ് കിട്ടി കാണത്തില്ല. ചിലപ്പോ അതായിരിക്കും. അതായിരിക്കും. കള്ളും കുടിച്ച് എവിടെയെങ്കിലും കടന്നു കാണും. ഒരു ഉത്തരവാദിത്വം ഇല്ല. നാക്കെടുത്താ കള്ളത്തരേ പറയത്തുള്ളൂ. அம்மா பாவம் அம்மா, உமேஷ் அண்ணா இப்பதானே வந்திருக்காரு, இப்படி திட்டினா எப்படி? കനകം, നീ അകത്തോട്ട് പോയേ. எதுக்கு? അവിടെ ഒരുപാട് ജോലി കിടപ്പില്ലയോ? എനിക്ക് ഉമേഷിനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. കനകണ്ടി, അകത്തോട്ട് പോ. അമ്മൂമ്മ ഉമേഷോട് സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാ കനകന്റെ ആവശ്യമില്ലാത്തൊക്കെ പഠിക്കും. പാറു, കനകം, നീ അകത്തോട്ടിയല്ലേ. ഹലോ. പോടാ. എന്തേ? എന്ത്? ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞത് അവിടുന്ന്. കൊണ്ടുവരാൻ പറഞ്ഞ? അവിടെ തന്നു വിട്ടത് എന്ത് ചെയ്ത്? ഓ, തന്നു വിട്ടത്. അതുണ്ട്. അതുണ്ടല്ലോ. എന്നെ വിശ്വാസത്തിലേക്ക് എണ്ണി പോയിക്കോ. നിന്നെ എനിക്ക് ഒട്ടും വിശ്വാസമില്ല. ഡാ, 500 രൂപ കുറവുണ്ടല്ലോ. കുറവുണ്ടോ? ആ, ഒന്നുകൂടെ ഒന്നുണ്ട് നോക്കേ. ഇല്ല, ഉണ്ട്. ഞാൻ പേടിച്ചു പോയി. ഞാൻ വിചാരിച്ചു ഞാനെടുത്ത് ചെലവാക്കിക്കാണോന്ന്. അതെനിക്കറിയാം. നീ അങ്ങനെ ചെലവാക്കുന്നവനാന്ന് എനിക്കറിയാം. ഇതെത്ര വലിയ അത്യാവശ്യം കാശിന്? എന്താ, നിനക്ക് മാത്രമേ കാശിന് അത്യാവശ്യമുള്ളൂ? ഇവിടെ ആവശ്യമൊന്നും ഇല്ലയോ? ചോദിച്ചെന്നേ ഉള്ളൂ. കാശിന് കുറച്ച് ആവശ്യമുണ്ടടാ. അതുകൊണ്ടല്ലേ നിന്നോട് കൊണ്ടുവരാൻ പറഞ്ഞത്. നീ ഇരിക്കും, ഞാൻ ചായ എടുക്കാം. ചായ ഒന്നും എനിക്ക് വേണ്ട. എന്താ നിങ്ങളെ പിരിയല്ലേ? ചായ വേണ്ടാത്തോണ്ടാ. ചൂടല്ലേ? എന്നാ പിന്നെ ഞാനങ്ങോട്ട്. എന്നാ പൊക്കോ. അങ്ങോട്ട് തല ചൊറിഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. 10 പൈസ ഞാൻ തരത്തില്ല. തരാനുള്ള മടി കൊണ്ടല്ല. ഞാൻ പൈസ തന്നാലേ നീ അതുകൊണ്ട് പോയി കുടിക്കും. സമയത്തിനും കാലത്തിനും വീട്ടിൽ ചെല്ലത്തില്ല. അതുകൊണ്ട് ഉമേഷ് പോ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങാം. മോളെ, വിഷുവിന് വരണേ. വിഷുവിന് കാണാം. ഉച്ചക്കുഞ്ഞ് കേട്ടോ. അമ്മൂമ്മ, എനിക്ക് ഇതിനകത്തുനിന്ന് ഇച്ചിരി പൈസ തരുമോ? ക്രയോൺസ് വാങ്ങിക്കാനാ. അയ്യോ, പറ്റത്തില്ലല്ലോ മക്കളെ. ഇതേ അമ്മൂമ്മ വേറൊരു ആവശ്യത്തിന് വെച്ചേക്കുന്ന പൈസ. എന്നാലും ക്രയോൺസിന് ഇച്ചിരി വെച്ചേ ആവത്തുള്ളൂ. അമ്മൂമ്മ പറഞ്ഞില്ലയോ ഇത് വേറൊരു ആവശ്യത്തിന് വെച്ചേക്കുന്നയാന്ന്? കനകം, കനകം, என்னம்மா? ഇങ്ങ വാ. எதுக்கு? ഇങ്ങ വാ നീ. ഇത് വെച്ചോ. ഇതെതുക്ക്? നീ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലയോ നിനക്കെന്തോ പൈസയ്ക്ക് ആവശ്യമുണ്ട്, നാട്ടിലോട്ടെന്തോ അയച്ചു കൊടുക്കണമെന്നൊക്കെ. വെച്ചോ. അന്നേരം എന്റെ ഉണ്ടായിരുന്നില്ല. ஐயோ, அப்பா இருந்தது, இப்ப தேவையில்லை, நீங்க வச்சுக்கோங்க. കുഴപ്പമില്ലടി, നീ വെച്ചോ. அம்மா, எனக்கு இப்ப தேவையில்லம்மா, நீங்க வச்சுக்கோங்க. എടി, നിനക്ക് കാശ് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉമേഷിനോട് പൈസ കൊണ്ട് തരാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഉമേഷ് കൊണ്ട് തന്നെ. നീ ഇന്നത് വെച്ചോ, കുഴപ്പമില്ല.
ஐயோ இந்த காசு தரத்துக்கா உமேஷ் அண்ணா அங்க இருந்து வந்தாரு? അതെ. என்னம்மா இது? அப்ப தேவையா இருந்தது, இப்ப எனக்கு தேவையில்லை, அதனால நீங்க வச்சுக்கோங்க. ഇത് നിന്റെ കാശ് തന്നെ, ഇത് നീ വെച്ചോ. அம்மா அப்ப எனக்கு தேவையா இருந்தது, அதனால நான் சந்தனமாரிட்ட சொல்லி அரேஞ்ச் பண்ணி கொடுத்துட்டேன். இப்ப எனக்கு இது தேவையில்லை, அதனால நீங்களே வச்சுக்கோங்க. നീ സന്തനമാരിയോട് മേടിച്ച് പൈസ കൊടുത്തോ? ஆமா கொடுத்துட்டேன். എന്നിട്ടെന്താ നീ ആ വിവരം എന്നോട് പറയാതിരുന്നത്? நீங்க என்கிட்ட கேட்கவே இல்லையே. ഓ, ചോദിക്കുന്ന കാര്യങ്ങൾ മാത്രം നീ എന്നോട് പറയാറുള്ളൂ. നീ അല്ലാതെ ഒന്നും എന്നോട് മിണ്ടാറില്ല. என்னம்மா இது இப்படி எல்லாம் சொல்றீங்க? தேவையா இருந்தது, நான் வாங்கி கொடுத்துட்டேன், அவ்வளவுதான். അപ്പൊ നിനക്ക് ഈ കാശ് വേണ്ടേ? வேண்டாம். ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ആർക്കും കാശ് വേണ്ടെങ്കിൽ എനിക്ക് തന്നെ. നീ കുറേ ആവശ്യങ്ങളുണ്ട്. പോ കൊച്ചേ അവിടുന്ന്. കനകം, ഇത് നീ നിന്റെ കൈ വെച്ചോ. ഇപ്പം നിനക്ക് ആവശ്യമില്ലെങ്കിലും പിന്നീട് നിനക്ക് ആവശ്യം വരുമല്ലോ. അപ്പൊ നമ്മുടെ കാണത്തില്ല. അപ്പൊ അതുകൊണ്ട് നിനക്ക് അന്നേരം ഉപയോഗിക്കാം. വെച്ചോ. அம்மா எனக்கு தேவை வரும்போது நான் உங்கள்கிட்ட கேக்குறேன். இப்ப இந்த காசு எனக்கு தேவையில்லை, நீங்களே வச்சுக்கோங்க. അതെന്താ നിനക്ക് വേണ്ടാത്തത്? ഇത് നിനക്ക് വേണ്ടിയിട്ടല്ലയോ ഉമേഷ് അവിടുന്ന് പൈസയും കൊണ്ട് ഇങ്ങോട്ട് വന്നത്? അപ്പം നീ വേണ്ടെന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ നോക്കുന്നത്? അവൻ വണ്ടിക്കൂലി ചെലവാക്കിയാലും ഇങ്ങോട്ട് വന്നത്. അപ്പൊ നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ? നിനക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ ഞാൻ മിണ്ടാതിരുന്നത്. ഇതിപ്പോ ഞാൻ ചമ്മിപ്പോയില്ലേ? அம்மா தேவை வரும்போது நான் உங்கள்கிட்ட கேக்குறேன், இப்ப எனக்கு வேண்டாம். അല്ലെങ്കിലും എന്നെ ഇട്ട് വട്ട് കളിപ്പിക്കാനാണല്ലോ എല്ലാവർക്കും താല്പര്യം. നീയും അതിന്റെ കൂടെ കൂടിക്കോ. என்னது? ആന്റി, ആന്റിക്ക് പൈസ വാങ്ങിച്ചൂടായിരുന്നോ? எதுக்கு பாரு? നമുക്ക് രണ്ടുപേർക്കും കൂടെ പോയിട്ട് അൽഫാമും കുഴിമന്തിയൊക്കെ കഴിച്ചിട്ട് വരായിരുന്നു. பாரு, பைசா தேவையான விஷயத்துக்கு மட்டும்தான் செலவு பண்ணணும், தேவையில்லாம நாம வாங்கி வைக்க கூடாது. ആന്റി, ഇപ്പൊ എന്തോ നടക്കാൻ പോകുന്നതെന്ന് അറിയോ? என்ன? ഈ പേരും പറഞ്ഞ അമ്മൂമ്മ കനകാന്റെ അടുത്ത് പിണങ്ങും. அப்படி எல்லாம் பண்ண மாட்டாங்க. ആ, നമുക്ക് നോക്കാം. சண்டை போடுவாங்களோ? നോക്കാം. സാധാരണ പൈസ കടം കൊടുത്തിട്ട് തിരിച്ചു കിട്ടതാവുമ്പോഴാണ് വഴക്കിടുന്നത്. ഇതിപ്പോ കാശ് വാങ്ങിക്കാത്തതിന് വഴക്കിട്ട് പോവാ. നമ്മുടെ അമ്മൂമ്മയ്ക്ക് എന്തോ പ്രശ്നമുണ്ട് കേട്ടോ ആന്റി. அம்மா சீரை கட் பண்றீங்களா? அம்மா எங்க ஊர்ல இந்த சீரா வச்சுட்டு தேங்காய் எல்லாம் போட்டு ஜீரகம் எல்லாம் போட்டு ஒரு குழம்பா வைக்கும். நமக்கு அப்படி வைக்கலாமா? நான் கட் பண்றேன், கொடுங்க. വേണ്ട, ഞാൻ ചെയ്തോളാം. என்னம்மா அப்படி ஒரு பேச்சு? நான் பண்றேம்மா. വേണ്ടെന്ന് പറഞ്ഞില്ലേ? എനിക്കിത് ചെയ്യാൻ അറിയാം, ഞാൻ ചെയ്തോളാം. அம்மா என்னம்மா கோவப்படுறீங்க? ഞാൻ കോവപ്പെട്ട നിനക്കെന്താ? அம்மா நான் காசு வாங்காதனால தான் கோவப்படுறீங்களா? നീ കാശ് മേടിക്കാത്തോണ്ട് കോവപ്പെട്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു. നീ കാശ് മേടിച്ചാൽ എനിക്കെന്തോ, മേടിച്ചില്ല എനിക്കെന്തോ, എനിക്കൊന്നുമില്ല. അമ്മൂമ്മ, ഉച്ചയ്ക്ക് എന്താ ഭക്ഷണം? ഇവിടെ എന്തുവാ ഉള്ളതെന്ന് വെച്ചാൽ വെട്ടി കണ്ടിച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കി തരും. മിണ്ടാണ്ടിരുന്ന് കഴിച്ചിട്ട് പൊക്കോണം. അമ്മൂമ്മ ഭയങ്കര ദേഷ്യത്തിലാണല്ലോ. ആന്റി, ഇനിയും അമ്മൂമ്മ പിടിച്ചാ കിട്ടൂല. പാറു, നിന്റെ നാക്ക് വെട്ടി ഞാൻ അച്ചാറിട്ട് വെക്കും. ഹായ് നാക്കച്ചാർ. നാക്ക് വെട്ടി അച്ചാർ ഇട്ട് കഴിഞ്ഞാലേ അത് കഴിക്കാൻ വേണ്ടി നാക്ക് വേണ്ട. ഞാൻ ഒന്നും മിണ്ടുന്നില്ല. എന്തെങ്കിലും മിണ്ടിയാലേ ശരിയാവത്തില്ല. ചിലരെ ഇവിടെ ചീര വെച്ച് എന്തൊക്കെയോ വിഭവങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നൊക്കെ പറയുന്നത് കേട്ടു. ഉണ്ടാക്കിയാലും എനിക്കൊന്നുമില്ല, ഉണ്ടാക്കിയില്ലല്ലോ എനിക്കൊന്നുമില്ല. ഞാൻ എന്റെ പാട്ടിന് പോവാ. ഇപ്പൊ എന്തായി? അമ്മൂമ്മ ഈ പേരിൽ വഴക്കുണ്ടാക്കുന്നത് പറഞ്ഞല്ലേ? ஐயோ இனி என்ன செய்யும் பாரு? ഇനി ഒന്നും ചെയ്യാനില്ല. ஐயோ அப்ப அம்மா என்கிட்ட பேச மாட்டாங்களா? പേസൊക്കെ ചെയ്യും, പക്ഷെ 2-3 ആഴ്ച കഴിയും. 2-3 ஆഴ്ചயா? 2-3 ஆഴ്ച அம்மா என்கிட்ட பேசாம நான் என்ன செய்ய? ഒന്നും ചെയ്യാനില്ല. ஐயோ 2-3 ஆഴ്ച அம்மா என்கிட்ட பேசாம இருந்தனா என்ன பண்ண? இங்க ஒண்ணும் நடக்காது பாரு. ഓ, അതുകൊണ്ടല്ലേ? അല്ലാതെ കനാൻഡിക്ക് മിണ്ടായിരിക്കാൻ പറ്റാത്തോണ്ടല്ല. ஐயோ இப்ப நான் போய் அம்மா கிட்ட பேசினா அம்மா என்கிட்ட கோபப்படுவாங்க. இந்த கேஸோ லட்சோ கௌரியோ இருந்ததுன்னா எப்படியா சால்வ் பண்ண வைக்கலாமா இருந்தது. இப்ப நான் என்ன பண்ண? ആന്റി, ഇതിനൊക്കെ എന്തിനാ?
കേശവൻ ലച്ചേച്ചി അമ്മയൊക്കെ എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന കേസേ ഉള്ളു. நீ சால்வ் பண்ணுவியா? எப்படி பாரு? ആന്റിനെ പറ്റി എന്താ വിചാരിച്ചേ? ആന്റി കവളപ്പെട വേണ്ട, ഞാൻ ഇരിക്കேன். அடேங்கப்பா. അമ്മൂമ്മ, അമ്മൂമ്മ എന്താ ഒരു ശബ്ദം കുറയ്ക്ക അമ്മൂമ്മ, ഒരു പൊടിക്ക്. നീ എന്റെ ശബ്ദം കുറപ്പിക്കാൻ വന്നെയാന്നോ? അല്ല, ഒരു കോംപ്രമൈസ് ചർച്ചയ്ക്ക് വേണ്ടി വന്നയാ. ഓ, മധ്യസ്ഥത വഹിക്കാൻ വന്നോ അല്ലയോ? മധ്യസ്ഥയോ എന്നുവെച്ചാ? കോംപ്രമൈസ് ചർച്ച. എനിക്കൊരു കോംപ്രമൈസിനും താല്പര്യമില്ല. അങ്ങനെ പറയല്ലേ. അമ്മൂമ്മ, നമ്മുടെ കനാൻറ്റി പാവല്ലേ? അത്ര പാവമൊന്നുമല്ല, എല്ലാം കണക്കാ. അമ്മൂമ്മ പറഞ്ഞത് ശരിയാ, പക്ഷെ എല്ലാരും കണക്കല്ലേ. പറു, നീ ശല്യപ്പെടുത്താതെ പോയേ. അങ്ങനെ പോവാൻ വന്നല്ല. അമ്മൂമ്മയ്ക്ക് ഒരു കാര്യം അറിയോ? എന്ത് കാര്യം? കനകാൻറ്റി പറഞ്ഞ് അമ്മൂമ്മ ഇല്ലാതെ ഒരു ജോലി നടക്കൂലെന്ന്. അവൾ അങ്ങനെ പറഞ്ഞോ? അവൾ എന്തോ ഉദ്ദേശിച്ചത്? ഞാൻ ഇവിടുത്തെ വേലക്കാരിയാന്നോ എല്ലാ ജോലിയും ചെയ്യാനേ? അയ്യോ അമ്മൂമ്മ, അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല. എന്താ ഉദ്ദേശം എന്നൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലായി. അമ്മൂമ്മയും കനകാൻറ്റി മിണ്ടായിരുന്ന ഈ വീട്ടിലെ ജോലിയൊക്കെ എങ്ങനെ മുന്നോട്ട് പോകും എന്ന് കനകം പറഞ്ഞു കാണും. ഇല്ല, അത് ഞാൻ പറഞ്ഞതാ. നീ ചുമ്മാ അവളെ ന്യായീകരിക്കാനൊന്നും നോക്കല്ലേ പാറു. ഞാൻ കനകാൻറ്റി ആയിരിക്കൊന്നുമല്ല. അമ്മൂമ്മയ്ക്ക് ഒരു സപ്പോർട്ട് തരാൻ വന്നേ. എനിക്ക് ആരുടെയും സപ്പോർട്ട് വേണ്ട. അമ്മൂമ്മ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നേക്കുമല്ലേ, അതുകൊണ്ട് ഒറ്റയ്ക്ക് തന്നെ മുന്നോട്ട് പോയാൽ മതി. അമ്മൂമ്മ, അമ്മൂമ്മ എന്നിട്ട് കനകാൻറ്റിയോട് സംസാരിക്കും. എന്തുവാ നീ പറഞ്ഞത്? ഞാൻ അങ്ങോട്ട് വന്ന് കനകത്തിനോട് സംസാരിക്കാനാ? അതെന്തായാലും നടക്കത്തില്ല. അമ്മൂമ്മേ, പാവം അമ്മൂമ്മേ, ആ ജോലി എല്ലാം ഒറ്റയ്ക്ക് ചെയ്യണ്ടേ? ഒറ്റയ്ക്ക് ചെയ്തോട്ടെ, ആര് പറഞ്ഞു ചെയ്യണ്ടെന്ന്? அம்மா, ഞാൻ മിണ്ടിയില്ലെങ്കിൽ ഇവിടുത്തെ ജോലിയൊന്നും നടക്കത്തില്ലല്ലോ. ഞാൻ ഇവിടുത്തെ ജോലിക്കാരിയാ. എല്ലാത്തിന്റെ മനസ്സിലിരിപ്പ് ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത്. என்ன பாரு அம்மா இப்படி எல்லாம் சொல்லிட்டு போனாங்க? എന്ത് ചൊല്ലിന്ന്? ஜோலிக்காரி அப்படியெல்லாம் சொன்னாங்கல்ல? ആ, അത് ചുമ്മാ. சும்மாவா? കനകം, ഞാൻ നിന്നെ പറ്റി ഇങ്ങനൊന്നും അല്ല വിചാരിച്ചിരുന്നത്. ഞാൻ ഇവിടുത്തെ ജോലിക്കാരി അല്ലയോ? കൊള്ളാം എന്തായാലും. பாரு, என்ன அம்மா இப்படி எல்லாம் சொல்லிட்டு போறாங்க? நீ என்ன சொல்லி கொடுத்த? முதல்ல அது சொல்லு. ആന്റി അല്ലേ പറഞ്ഞേ അമ്മൂമ്മ മിണ്ടിയില്ലെങ്കിൽ ഇവിടുത്തെ ജോലി ഒന്നും നടക്കത്തില്ലെന്ന്. ஐயோ, நீ அப்படியா சொல்லி கொடுத்த? நான் அப்படி சொல்லல. நான் சொன்னது. ആന്റി വേണ്ട, ഞാൻ സോൾവ് ആക്കി തരാം. ഞാൻ ഇരിക്കല്ലേ. അമ്മമ്മ വയ്യേ? നിനക്ക് പോയേ ഒരിടത്ത് മനസ്സമാനത്തോടെ കിടക്കാൻ സമ്മതിക്കത്തില്ലയോ? അമ്മമ്മ, എന്താ? കാര്യങ്ങൾക്കെല്ലാം ഒരു തീരുമാനം എടുക്കണ്ടേ? തീരുമാനം ഉണ്ടാക്കിക്കോ. ഞാൻ നാളെ പടവലത്ത് പോവുക. അടുത്ത് പോണോ? ആ, പടവലത്ത് പോവാന്ന്. അതെ അമ്മമ്മേ, ആ, കനാൻറ്റി ഇപ്പൊ മധുരയ്ക്ക് പോവാ. പൊക്കോട്ടെ. കനകത്തിന്റെ വീട് എവിടെയല്ലേ? മധുരയിലല്ലയോ? സ്വന്തം വീട്ടിൽ പോകുന്നതിനെന്താ? പൊക്കോട്ടെ. കനാൻറ്റി പോകുന്നതിന് അമ്മൂമ്മയ്ക്ക് വിഷമമൊന്നുമില്ല. ഞാൻ എന്തിനാ വിഷമിക്കുന്നേ? കനാൻറ്റി വേണ്ട ഇറങ്ങാൻ നിൽക്കുക. നീ കാര്യമായിട്ട് പറഞ്ഞു തന്നോ? കാര്യായിട്ട്.
ശരിക്കും അവള് പോകുന്നോ തന്നെ? ആ ശരിക്കും പോവാന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇപ്പൊ എന്നോട് പറയേണ്ട കാര്യം എന്തുവാ? ഞാൻ ഇവിടുത്തെ ആരെങ്കിലും ആന്നോ? എന്നോട് പറയേണ്ട ഒരു കാര്യമില്ല. എന്നിട്ട് അവളെവിടെ? അവിടെ ഇപ്പൊ കനകം, കനകന്റെ അമ്മ വിളിക്കുന്ന. என்னம்மா? നീ മധുരയ്ക്ക് പോകാൻ തീരുമാനിച്ചോ? இல்லையே. കനകന്റെ അല്ലേ എന്റെ അടുത്ത് പറഞ്ഞേ മധുരയ്ക്ക് പോന്നെന്ന്? அம்மா அது நான் பாருட்ட சொல்லியிருந்தேன் நான் மதுரைக்கு போறேன்னு. ചൊല്ലിയിരുന്നു. അപ്പൊ നീ അങ്ങ് തീരുമാനിച്ചു, എന്നോടൊന്നും പറയണ്ട. അതെങ്ങനാ? ഞാൻ നിന്റെ ആരുമല്ലല്ലോ, എന്നോടൊന്നും പറയണ്ടല്ലോ. அம்மா அது நான் சும்மா சொன்னது. ചുമ്മാ സ്വന്തമൊന്നും അല്ല. നേരത്തെയുള്ള കാര്യങ്ങളൊക്കെ ഞാനൊന്ന് മറന്നു വരുമായിരുന്നു. ഇനി നിനക്ക് ഇഷ്ടം എങ്ങനെയാന്ന് വെച്ചാ അതുപോലെ ആയിക്കും. ഞാൻ ഒന്നും മിണ്ടാൻ വരുന്നില്ല. അതെ, നിനക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്റെ മുഖത്ത് നോക്കി എന്നോട് പറയുക, അല്ലാതെ മധ്യസ്ഥൻ ആളെ വീഴ്ത്തരുത്. നിനക്ക് ഇപ്പോഴെന്നെ മനസ്സിലായിട്ടില്ല? മാറി വെച്ചേ അങ്ങോട്ട്. என்ன பாரு, என்ன நீ சொல்ல அம்மேட்ட? ഞാൻ വിചാരിച്ചു ഇങ്ങനൊക്കെ പറയുമ്പോ അമ്മമ്മയുടെ പിണക്കം മാറുമെന്ന്. സാധാരണ ഈ വീട്ടിൽ ഇങ്ങനെ சின்னதா இருக்கிற பிரச்சனையை நீ பெருசு பண்ணிட்ட, அவ்வளவுதான். പെരുസൊന്നും ആയിട്ടില്ല. ഇത് ഞാൻ ഡീൽ ചെയ്ത് തരാം. ആന്റി എന്നെ ഒന്ന് നമ്പ്. நம்புறது இவ்வளோ ஆச்சு. ஷோ. ആന്റി ഇപ്പൊ പോ, ഞാൻ ആലോചിക്കട്ടെ. പോ. ஆமா. ഇന്ന് എങ്ങനെ രക്ഷപ്പെടും? ഇത് ഞാൻ ശരിയാക്കി കൊടുത്തില്ലെങ്കിൽ എനിക്ക് പേരുദോഷം. എന്ത് ചെയ്യും ദൈവമേ? അയ്യോ അയ്യേ അയ്യോ 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 അയ്യേ അയ്യോ என்னாச்சு? என்னாச்சு? വയറ് കാണിക്കുന്നു. ഇപ്പൊ വയറുവേദന എടുക്കാൻ എന്താ കാര്യം? അയ്യോ 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 അയ്യോ. എണീറ്റിരുന്നേ. ഇവിടെ വേദനയുണ്ടോ? അയ്യോ അയ്യോ, ഇവിടെ വേദനയുണ്ടോ? അയ്യോ ഉയ്, വേദനയുണ്ടോ? അയ്യോ. അയ്യോ, മക്കൾ എന്തോ കഴിച്ചേ? அம்மா நான் சமைச்ச கீரை குழம்பு மட்டும்தான் அவ சாப்பிட்டு இருக்கா. കനകം, നീ പോയി ഒരു ഗ്ലാസ് ചൂടുവെള്ളം എടുത്തോണ്ട് വാ. എന്തിനാ? എന്റെ വയറ്റിൽ ഒഴിക്കാനാണോ? അല്ല കൊച്ചേ, ചിലപ്പോഴേ ആ ചീര വെന്ത് കാണത്തില്ല. ഇച്ചിരി ചൂടുവെള്ളം കുടിക്കുമ്പോ അങ്ങ് മാറും. എന്റെ വയറ്റിൽ ഒഴിച്ച് വേവിക്കാൻ പോന്ന? അയ്യോ, അതല്ല. ഇപ്പൊ വേദന എങ്ങനെയുണ്ട്? വേദന ഉണ്ട്. എളുപ്പം പോയി എടുത്തോണ്ട് വാ. അയ്യോ അയ്യോ, നല്ല വേദനയുണ്ടോ മക്കളെ? ഇവിടെ വേദനയുണ്ടോ? അയ്യോ ഇവിടോ? അയ്യോ. നമുക്ക് ഹോസ്പിറ്റലിൽ പോയാലോ? എന്തിയായാലും വെള്ളത്തിന് പോയാള്. நாமா தண்ணி മക്കളെ കുടിക്കേ. ഇപ്പൊ ഇച്ചിരി കുറവുണ്ടോ? വെള്ളം ഒന്ന് വയറ്റിലോട്ട് ഇറങ്ങട്ടെ. കനകം, നമുക്ക് കുറവില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം കേട്ടോ. കൊണ്ടുപോകും. പിന്നെ കൊണ്ടുപോകാതെ നിങ്ങൾ രണ്ടാളും വരൂ. പിന്നെ വരാതെങ്ങനെ? ഞങ്ങൾ രണ്ടുപേരും തന്നെയല്ലേ ഉള്ളൂ ഇവിടെ. അമ്മ വരൂ. അമ്മൂമ്മയും വരും, കനാൻറ്റി വരൂ, കനകാന്റിയും വരും. அம்மா நமக்கு ஹாஸ்பிட்டல் இப்பவே போலாம். ആ, എന്നാ കൊണ്ടുപോകാം. கொடுங்கம்மா. പേഴ്സ് എവിടാന്ന്? இத குடி. കനകം, ഒരു കാര്യം ചെയ്താലോ? നമുക്കൊരു കട്ടൻ ചായ തിളപ്പിച്ചിട്ടേ ഒരു ഇച്ചിരി നാരങ്ങായും പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് 10 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് കുറവില്ലെങ്കിൽ നമുക്ക് കൊണ്ടുപോകാം. அது போதுமாமா? കൊടുത്തു നോക്കാം. എന്നിട്ടും കുറവില്ലെങ്കിൽ പിന്നെ നമുക്ക് കൊണ്ടുപോകാം. അപ്പൊ ഞാൻ കട്ടൻ ചായ തിളപ്പിച്ചിട്ട് വരട്ടെ? அம்மா நீங்க இங்க நில்லுங்க, நான் போய் கட்டன் சாய் போடுறேன். அதான் நல்லது. വേണ്ട, ഞാൻ തിളപ്പിച്ചോണ്ട് വരാം.
வேண்டாம்மா நீங்க அவ பக்கத்துல உட்காருங்க நான் போறேன் കനകാന്റി ആ അല്ല നിങ്ങൾ തമ്മിൽ പിണക്കത്തിലല്ലേ? പിണക്കോ? എന്ത് പിണക്കം? നിങ്ങൾ തമ്മിൽ പിണക്കത്തിലല്ലേന്ന്. ഞങ്ങൾ ഒരു പിണക്കോ ഇല്ല. കനകാന്റി കേട്ടില്ലേ? അമ്മൂമ്മക്ക് കനകാന്റിയോട് പിണക്കില്ലെന്ന്. அதுக்கு என்ன பாரு? அதுக்கு என்ன പാറുന്നാ? என்ன பாரு சிரிக்கிற? എനിക്ക് വയറുവേനയൊന്നുമില്ല. പാറു നിങ്ങളുടെ പിണക്കം കോംപ്രമൈസ് ആക്കും പറഞ്ഞാ കോംപ്രമൈസ് ആക്കും. பாரு கள்ளி